2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിനും UDFിനും വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ കഴിയുന്നില്ല. അതിനാൽ തന്നെ പ്രചരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ മേൽക്കൈ നേടുവാനുള്ള ശ്രമങ്ങളും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ക്യാമ്പിൽ ഉണ്ടാകുന്നുണ്ട്. മുന്നണിയെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിനാൽ തന്നെ ഈ സമ്മേളന കാലത്ത് തന്നെ ലീഗുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കുന്നതിനോടൊപ്പം അതിനുശേഷം ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനവും പൂർത്തിയാക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട്. ഒരു വശത്ത് മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്ത് യോഗം ചേരുകയും MP മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പാനൽ തയ്യാറാക്കുവാനുള്ള ഉത്തരവാദിത്വം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഏൽപ്പിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ജില്ലാതല നേതാക്കളുമായും DCC പ്രസിഡന്റുമാരുമായും KPCC ഭാരവാഹികളുമായും കഴിഞ്ഞ ദിവസം VD സതീശനും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 40 മുതൽ 50 വരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. പ്രാഥമിക പട്ടിക എന്ന നിലയിൽ പ്രഖ്യാപിക്കുന്ന ഈ പട്ടികയിൽ സിറ്റിംഗ് MLA മാർ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനു പുറമെ സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കുക എന്ന സൂചനകളും പാർട്ടി നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ സംവരണ മണ്ഡലമായ അടൂരിനെ സംബന്ധിച്ച് വളരെ കാര്യക്ഷമമായ ചർച്ചകൾ തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നതെന്നും ഏറെക്കുറെ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്തിച്ചേരുവാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്ന സൂചനകളാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ലഭ്യമാക്കിയിരിക്കുന്നത്. അടൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 1991 മുതൽ 2011 വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമായിരുന്നു ഇത്. 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് അടൂർ ഒരു സംവരണ മണ്ഡലമായി മാറിയത്. പിന്നീട് 2011 നടന്ന പൊതുതെരഞ്ഞെടുപ്പിലും 16 നടന്ന പൊതുതെരഞ്ഞെടുപ്പിലും 21 നടന്ന പൊതുതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതു തരംഗമുണ്ടായിരുന്നിട്ട് കൂടിയും MG കണ്ണൻ എന്ന യുവ നേതാവ് സിറ്റിംഗ് MLA ആയ CPI പ്രതിനിധിയായ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ ചിറ്റയം ഗോപകുമാറിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു വിട്ട ഒരു മണ്ഡലം കൂടിയാണ് അടൂർ. അതിനാൽ ഏവരും 2026 MG കണ്ണനിലൂടെ ഈ മണ്ഡലം തിരികെ പിടിക്കുവാൻ കോൺഗ്രസിന് കഴിയുമെന്ന് വിലയിരുത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി MG കണ്ണൻ്റെ മരണം സംഭവിച്ചത്. എന്നാൽ MG കണ്ണന് ശേഷം ആരെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുവാൻ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചു എന്ന ശുഭസൂചനയാണ് ഇപ്പോൾ അടൂരിൽ നിന്ന് ലഭ്യമാകുന്നത്. MG കണ്ണനെ പോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരനായ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായ അടൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ അനന്തു ബാലൻ്റെ പേരിലേക്കാണ് നേതൃത്വം സ്ഥാനാർത്ഥിത്വത്തിനായി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അനന്തു ബാലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം MG കണ്ണനിൽ നിന്ന് വ്യത്യസ്തനായി അടൂർ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ തന്നെയാണ്. അടൂർ നിയോജക മണ്ഡലത്തിലെ ഇടതിൻ്റെ ശക്തി കേന്ദ്രമായ പള്ളിക്കൽ പഞ്ചായത്തിൽ നിന്നുള്ള വ്യക്തിത്വമാണ് അനന്തു ബാലൻ. ഇടതുമുന്നണിയോട് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് മണ്ഡലം തലത്തിൽ നിന്ന് ഇപ്പോൾ സംസ്ഥാന തലം വരെ അനന്തു ബാലൻ എന്ന യുവ നേതാവ് കോൺഗ്രസിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത്. MG കണ്ണനെ പോലെ തന്നെ കുറവ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് അനന്തു ബാലൻ. കുറവ സമുദായത്തിന് നിർണായകമായ സ്വാധീനം പത്തനംതിട്ട ജില്ലയിലുള്ളത് അടൂർ നിയോജക മണ്ഡലത്തിലും കോന്നി നിയോജക മണ്ഡലത്തിലുമാണ്. ഇതിൽ തന്നെ അടൂർ നിയോജക മണ്ഡലത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടിൽ ആകെയുള്ള വോട്ടിൻ്റെ 80% കുറവ സമുദായത്തിൽപ്പെട്ടവരാണെന്നുള്ളതും അനന്തു ബാലന് അനുകൂല ഘടകമായി മാറുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പ്രാദേശികമായ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് അനന്തു ബാലൻ എന്ന യുവ നേതാവിന് അവസരം നൽകുവാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. മുൻപ് രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് ഈ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥിയെ എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാകുന്നതായിരിക്കും എന്ന സുനിൽ കനകേലു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് MG കണ്ണൻ്റെ പിൻഗാമിയായി അനന്തു ബാലനെ നിയോഗിക്കുവാൻ നേതൃത്വം തീരുമാനമെടുത്തതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇടതുമുന്നണിയുടെ ശക്തമായ കോട്ടയായ പള്ളിക്കൽ പഞ്ചായത്തിലടക്കം അനന്തു ബാലൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടതു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാമെന്നും അനന്തു ബാലൻ്റെ ശക്തമായ കുടുംബ ബന്ധങ്ങൾ
പ്രത്യേകിച്ച് ആ സമുദായത്തിനുള്ളിലുള്ള കുടുംബ ബന്ധങ്ങൾ തങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. സാങ്കേതികത്വത്തിന് വേണ്ടി ഒന്നിലധികം പേരുകൾ പാനലിൽ ഉൾപ്പെടുത്തിയാൽ പോലും അനന്തു ബാലന്റെ പേരിനാണ് ഒന്നാമത്തെ പരിഗണന എന്ന സൂചനകളും UDF വൃത്തങ്ങളിൽ നിന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഒരേ സമയം തന്നെ ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അകമഴിഞ്ഞ പിന്തുണ ലഭ്യമായതാണ് അനന്തു ബാലന് ഇത്തരമൊരു അവസരം ലഭിക്കുവാൻ കാരണമായതെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് തങ്ങളുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമ്പോൾ അവിടെ അടൂരിലെ സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അനന്തു ബാലൻ തന്നെയായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ പത്തനംതിട്ടയിലെയും സംസ്ഥാനത്തെയും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.